നമസ്കാരം. മകയിരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ തിരിച്ചടിയായി മാറുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. മകയിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഒഴിവാക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിലനിർത്തുന്നതിനും സൗഭാഗ്യം തേടി വരുന്നതിനും സഹായകരമാകുന്നു. ആ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചില അവസരങ്ങളിൽ സ്വാർത്ഥത മകയിരം നക്ഷത്രക്കാർ പ്രകടിപ്പിച്ചു എന്ന് വരാം. ചില സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് അതൃപ്തി അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യം കുറയുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഇനി വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒന്നാണ്. മറ്റൊന്ന് മുൻകോപമാണ്. പല സാഹചര്യങ്ങളും മുൻകോപം നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും. മുൻകോപം വരികയും പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ തിരിച്ചടിയായി മാറുകയും ചെയ്യും. പ്രധാനപ്പെട്ടതായ കാര്യം, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആത്മബന്ധം അല്ലെങ്കിൽ ഉണ്ടായിരുന്നതായ ആ ബന്ധം തകരുന്നതിന് പോലും അത് കാരണമായി തീരും. അതിനാൽ സ്വാർത്ഥത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും, അതിനാൽ തീർച്ചയായും മുൻകോപം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. അമിതമായ ചെലവ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും അത് തരണം ചെയ്യുവാനോ ഒഴിവാക്കുവാനോ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. അമിതമായ ചെലവിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ആഡംബര ഭ്രമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തീരെ പാടില്ല എന്നല്ല പറയുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ആഡംബര ഭ്രമം അത് ആവശ്യത്തിൽ കൂടുതലാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും. മോശം കൂട്ടുകെട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ചില തിരിച്ചടികൾ വന്നതിന് ശേഷമോ ആയിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരിക. അതിനാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും മോശം കൂട്ടുകെട്ട് ഒഴിവാക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമായി തന്നെ പരാമർശിക്കാം. മോശം കൂട്ടുകെട്ടിലൂടെ നിങ്ങൾക്ക് ചീത്തപ്പേര് വന്നു ചേരുവാനുള്ള സാധ്യത, മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കൂടാതെ ധനനഷ്ടം, അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റി വയ്ക്കുന്നവരാണ് ഇവർ. അത്തരം കാര്യങ്ങൾ മാറ്റി വയ്ക്കുകയും അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. അതിനാൽ ഒരിക്കലും കാര്യങ്ങൾ മാറ്റി വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് ഈശ്വരനായി തന്നെ നൽകുന്ന അവസരങ്ങളാകാം. അതിനാൽ ശരിയായ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പലപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകുന്നു. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, അഥവാ ജീവിതത്തിൽ അത് അനുകൂലമായി തീരും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. പല അവസരങ്ങളിലും അത്തരത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തിരിച്ചടികൾ ഇവർക്ക് നേരിടേണ്ടതായ സാഹചര്യം വരും. അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്നതാണ് വാസ്തവം. തീർച്ചയായും അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. വാക്കും പ്രവൃത്തിയും വേറെയാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പറയുന്ന വാക്കിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. അതിനാൽ വാക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായ കാര്യത്തിന് കൃത്യത വേണം.
അതല്ല എങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർ പോലും വില വയ്ക്കാത്തതായ കാര്യങ്ങളായി മാറും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ ഒന്ന് തന്നെയാണ്. പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം വരാം. എന്നാൽ ഏറ്റെടുക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ പല അവസരങ്ങളിലും ഇവർക്ക് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. കാരണം പലപ്പോഴും അലസത ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഇവർക്ക് വളരെയധികം തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും സ്വന്തം തീരുമാനമാണ് ഇവർ നടപ്പിലാക്കൂ. പലപ്പോഴും പലരെയും അവരുടെ വാക്കുകൾ തട്ടിത്തെറിപ്പിച്ചതിനാൽ പല നഷ്ടങ്ങളും അല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുമ്പോൾ അതന്ന് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ആ വാക്ക് സ്വീകരിക്കാമായിരുന്നു എന്ന കാര്യം പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് പോകുന്നതാണ്. അതിനാൽ ഇത്തരം ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതേക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. വിശ്വാസ വഞ്ചന നേരിടുന്നവരാണ് ഇവർ. പലപ്പോഴും പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കും. എന്നാൽ അവരിൽ നിന്നും പല തരത്തിലുള്ള തിരിച്ചടികൾ ഇവർക്ക് നേരിടേണ്ടതായി വരാം. അതിനുശേഷമായിരിക്കും ഇവർക്ക് അവരെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലും വരിക. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. സ്വന്തമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്താണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം ഓർക്കുക. ആഹാരക്രമം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആപത്ത് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അലട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ആഹാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും അർഹരായ വ്യക്തികളെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അത് വിനിയോഗിക്കുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും അനർഹരായ വ്യക്തികളെയും നിങ്ങൾ സഹായിക്കുന്നു എന്നതാണ് വാസ്തവം. അനർഹരായ വ്യക്തികളെ സഹായിക്കുന്നത് ശുഭകരമായ ഒരു കാര്യമല്ല. ആവശ്യമുള്ള വ്യക്തികൾക്ക് സഹായം ആവശ്യമുള്ള വ്യക്തികൾക്കാണ് നാം നൽകേണ്ടത്. ഒരിക്കലും അനർഹരായ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നതായ ആ വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ സഹായിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ വന്നു ചേരൂ. അതിനുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. കുടുംബ ജീവിതത്തിലെ തർക്കങ്ങൾ പലപ്പോഴും നിങ്ങൾ മാറ്റാനായി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, അല്പം കൂടി ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. അതിനാൽ കുടുംബ ബന്ധത്തിലെ തർക്കങ്ങൾ നിങ്ങൾക്കും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഒരിക്കലും ബന്ധം വേണ്ട എന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല, എന്നാൽ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മകീര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും. അതല്ല എങ്കിൽ പല വിധത്തിലുള്ള തിരിച്ചടികളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക.